അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം 25 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു സമാധാന ചർച്ചയ്ക്ക് വഴി തെളിയുകയാണ്. ഇതിൽ വില്ലൻ വേഷത്തിൽ നിന്ന് മാറി ഒരു സമാധാന ദൂതന്റെ റോളിൽ ഒരു രാജ്യം പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. അതേ, ലോകം ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരുന്ന ആ വാർത്ത വന്നെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 25 ദിവസമായി ലോകത്തെ മുൾമുനയിൽ നിർത്തിയ അമേരിക്ക ഇറാൻ യുദ്ധം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഹോർമുസ് കടലിടുക്ക് കത്തിയെരിയുമ്പോൾ, ആഗോള എണ്ണ വിപണി തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ ഇത് അപ്രതീക്ഷിതമായ ഒരു സമാധാന ചർച്ചയ്ക്ക് വഴി തുറക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നു എന്നാണ് സൂചനകൾ. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ അത്ഭുതം മീഡിയേറ്റർ ആയിട്ട് വരുന്നത് ആരാണ് എന്നതിലാണ്. അത് മറ്റാരുമല്ല, സാമ്പത്തികമായും ആഭ്യന്തരപരമായും തകർന്നു കിടക്കുന്ന പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങൾ ചേർന്നൊരു വമ്പൻ സമാധാന നീക്കം നടത്തുകയാണ്. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി ചർച്ചകൾക്കായി പാകിസ്ഥാനിലേക്ക് തിരിച്ചു കഴിഞ്ഞു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഒരു മാറ്റം ഉണ്ടായത്? ട്രംപ് പെട്ടെന്ന് ചർച്ചയ്ക്ക് തയ്യാറായത് എന്തുകൊണ്ടാണ്? പാകിസ്ഥാന്റെ റോൾ എന്താണ്? പരിശോധിക്കാം. നമുക്ക് ഈ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം ഒന്ന് നോക്കാം. ഫെബ്രുവരി അവസാനം മുതൽ തുടങ്ങിയ ഈ ഒരു ഏറ്റുമുട്ടൽ ഇന്ന് 25ാം ദിവസത്തിൽ എത്തി നിൽക്കുന്നു. ട്രംപ് അധികാരം ഏറ്റെടുത്ത ഉടനെ ഇറാൻ നൽകിയ അന്ത്യശാസനം അവഗണിച്ചതോടെയാണ് മിസൈലുകൾ പറന്നു തുടങ്ങിയതെന്ന് പറയണം. ഇറാന്റെ പവർ പ്ലാന്റുകളും എണ്ണ ടാങ്കറുകളും അമേരിക്കൻ ഡ്രോണുകൾ തകർത്തു. ഇതിന് മറുപടിയായിട്ട് ഇറാൻ ഹോർമുസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്തു. ഇതിന്റെ റിസൾട്ട് എന്തായിരുന്നു? ലോകത്ത് പെട്രോൾ, ഡീസൽ വില കുതിച്ചുയർന്നു. ഷിപ്പിംഗ് ഇൻഡസ്ട്രി തകർന്നു. ആഗോള സാമ്പത്തിക മേഖല ഒരു മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് ഇവിടെ അവസാനിക്കണം എന്ന നിലപാടിലേക്ക് ട്രംപ് എത്തിയത് എന്ന് വേണം കരുതാൻ. സമാധാനം വേണമെങ്കിൽ അത് എങ്ങനെ സാധ്യമാക്കാം എന്നതിനെ കുറിച്ച് ട്രംപ് ഭരണകൂടം ഗൗരവമായി ചിന്തിച്ചു തുടങ്ങി. ഒരു യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷേ ഇത് അവസാനിപ്പിക്കാൻ ചിലപ്പോൾ മൂന്നാമതൊരാൾ വേണ്ടിവരും. ഇവിടെ 3 രാജ്യങ്ങളാണ് മധ്യസ്ഥരായി രംഗത്തുള്ളത്: ഈജിപ്ത്, തുർക്കി, പിന്നെ പാകിസ്ഥാൻ. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൽ പാകിസ്ഥാന്റെ റോളാണ് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല കാര്യം, പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ പട്ടികയിൽ ഒന്നാമതാണ്. പക്ഷേ നയതന്ത്രപരമായി അവർക്ക് ഒരു പ്രത്യേക പൊസിഷൻ ഉണ്ട്. അതായത് അമേരിക്കയുമായി അവർക്ക് വർഷങ്ങളായുള്ള സൈനിക ബന്ധമുണ്ട്. അതേസമയം ഇറാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. അങ്ങനെ ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധം കണക്കിലെടുക്കുമ്പോൾ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു അവസരം തികച്ചും സവിശേഷമാണ്. ഈജിപ്തും തുർക്കിയും ഇതിനകം തന്നെ ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ഈ 3 രാജ്യങ്ങളുടെയും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഹോർമുസ് ക്രൈസിസ് അവസാനിപ്പിക്കുക എന്നതാണ്. എണ്ണ വിതരണം പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ ഈ രാജ്യങ്ങളുടെയും അവസ്ഥ പരുങ്ങലിലാകും. ഡൊണാൾഡ് ട്രംപിനെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ്. യുദ്ധം കൊണ്ട് ഇറാന്റെ നടുവൊടിക്കാമെന്ന് അദ്ദേഹം കരുതി, പക്ഷേ ഇറാൻ വഴങ്ങിയില്ല. യുദ്ധം നീണ്ടുപോയാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ അത് ബാധിക്കുമെന്ന് ട്രംപിന് ബോധ്യപ്പെടുകയും ചെയ്തു. റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപിന്റെ പ്രത്യേക ദൂതൻ ഇപ്പോൾ ഇസ്ലാമാബാദിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഉന്നത പ്രതിനിധികളുമായി പാകിസ്ഥാൻ മണ്ണിൽ വെച്ച് ചർച്ച നടത്താനാണ് പ്ലാൻ. ട്രംപ് തന്റെ ഈഗോ മാറ്റിവെച്ച് ചർച്ചയ്ക്ക് തയ്യാറായത് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിലൂടെ താനൊരു സമാധാന സ്ഥാപകൻ ആണെന്ന് വരുത്തി തീർക്കാനും അദ്ദേഹം ശ്രമിച്ചാലും അത്ഭുതപ്പെടാനില്ല. പാകിസ്ഥാൻ എങ്ങനെയാണ് ഈ ഒരു റോൾ കൈക്കലാക്കിയത്? അതാണ് അടുത്തൊരു ചോദ്യം. പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറിന്റെ ബുദ്ധിയാണ് ഇതിന് പിന്നിലെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ വലിയൊരു സാമ്പത്തിക തകർച്ചയിലാണ്. അമേരിക്കയിൽ നിന്ന് സാമ്പത്തിക സഹായം വേണമെങ്കിൽ അവർക്ക് ട്രംപിന്റെ പ്രീതി പിടിച്ചു പറ്റണം. അതിനുള്ള ഏറ്റവും നല്ല വഴി അമേരിക്കയും ഇറാനും തമ്മിലുള്ള മധ്യസ്ഥനാവുക എന്നത് തന്നെയായിരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്നും ലോക രാജ്യങ്ങളിൽ നിന്നും നേരിടുന്ന സമ്മർദ്ദം കുറയ്ക്കാൻ ഇത്തരം ഒരു ഗ്ലോബൽ റോള് പാകിസ്ഥാന് ആവശ്യമാണ്. തങ്ങൾ ഒരു ഭീകരവാദ രാഷ്ട്രം മാത്രമല്ല, ലോകത്തിന് ആവശ്യമായ സമാധാന ദൂതൻ കൂടിയാണ് എന്ന് കാണിക്കാനുള്ള പാകിസ്ഥാന്റെ അവസാന ശ്രമമാണിത്. ഇതിനിടയിൽ ഇന്ത്യയുടെ നിലപാട് എന്താണ്? പാകിസ്ഥാൻ സമാധാന ദൂതനായി മാറുന്നത് ഇന്ത്യ വളരെ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത്. ഒരു വശത്ത് ഭീകരവാദം വളർത്തുന്ന പാകിസ്ഥാൻ, മറുവശത്ത് സമാധാന ചർച്ചകൾക്ക് ആതിഥ്യം വഹിക്കുന്നു. ഇതൊരു വലിയ നാടകമാണ് എന്ന് ഇന്ത്യ കരുതുന്നു. മുൻപ് പറഞ്ഞതുപോലെ ഉത്തരവാദിത്തമുള്ള ഒരു അപ്പർ റിപ്പേറിയൻ സ്റ്റേറ്റ് എന്ന നിലയിൽ ഇന്ത്യ സിന്ധു നദീജല കരാറിൽ കടുത്ത നിലപാടെടുത്തത് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ആ സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി കൂടിയാകാം ഈ ഒരു മധ്യസ്ഥത എന്ന് പറയണം. എങ്കിലും ഹോർമുസിലെ യുദ്ധം അവസാനിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ല വാർത്ത തന്നെയാണ്. കാരണം നമ്മുടെ എണ്ണ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും ആ വഴിയിലൂടെയാണ് വരുന്നത്. അവസാനമായി നമുക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: യുദ്ധം അവസാനിക്കുമോ എന്നുള്ളത്. 25 ദിവസത്തെ രക്തച്ചൊരിച്ചിലിന് ശേഷം ഒരു വെടിനിർത്തൽ, ഒരു ട്രൂസ് ഉണ്ടാകുമോ? പാകിസ്ഥാനിലെ ചർച്ചകൾ വിജയിച്ചാൽ അത് 2026 ഏറ്റവും വലിയ നയതന്ത്ര വിജയമായിരിക്കുമെന്ന് തന്നെ പറയണം. പക്ഷേ ഇറാൻ വെക്കുന്ന ഡിമാൻഡുകൾ അമേരിക്ക അംഗീകരിക്കുമോ? ട്രംപ് ഉപരോധങ്ങൾ നീക്കുമോ? ഹോർമുസിലെ ആ സോംബി കപ്പലുകൾക്ക് പിന്നിലെ രഹസ്യവും ഈ ചർച്ചയോടെ വെളിപ്പെടുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ലോകം ഒരു പുതിയ തീരുമാനത്തിനായിട്ടും കാതോർക്കുന്നുണ്ട്. സമാധാനം വേണോ അതോ സർവനാശത്തിന്റെ 3ാം ലോക മഹായുദ്ധം വേണോ എന്നുള്ളത്. ഉത്തരം പാകിസ്ഥാനിലെ ഈ ചർച്ചകളിൽ നിന്നാണ് ലഭിക്കുക.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.